ഒരിക്കൽ ആരാധകനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ കയ്യിൽ ബ്ലേഡ് വെച്ച് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ടുണ്ട്. കാറിൽ കയറിയ ശേഷമാണ് കയ്യിലെ മുറിവ് കാണുന്നത്. തമിഴ് സൂപ്പർ താരം അജിത് കുമാർ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. അഭിമുഖം റീൽസുകളായി പ്രചരിച്ചപ്പോൾ അതിനടിയിൽ വന്ന 2 കമന്റുകൾ പറയട്ടെ. ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുക്കുന്ന കാശ് കൊണ്ടല്ലേ നീയൊക്കെ ജീവിക്കുന്നത്, അപ്പൊ ഇങ്ങനെ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. ഒന്നുമാകാതെ നടന്നപ്പോൾ അവന് ആരാധകരെ വേണം, താരമായപ്പോൾ ആരാധകർ അവന് ഭാരമായി. എന്താ അല്ലേ? സിനിമാ താരങ്ങളൊക്കെ നമ്മുടെ കാശിനാണ് ജീവിക്കുന്നത് എന്നും അവർ ജീവിതാന്ത്യം വരെ നമ്മളോട് പുലർത്തേണ്ട കൂറിനെ പറ്റിയുമെല്ലാം ഇങ്ങനെ കമന്റ് ഇടുന്ന ആളാണോ നിങ്ങൾ? എങ്കിലൊന്ന് പറയാമോ? ഏതെങ്കിലും ഒരു നടന്റെ സിനിമയൊന്ന് പോയി കണ്ടേക്കാം. നമ്മൾ കാരണം അവനൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ അവസാനമായി പോയി കണ്ട ഒരു സിനിമ ഏതാണ്? ഓർമ്മ കാണില്ല. കാരണം നാം ആരും തന്നെ ആരെങ്കിലും സഹായിക്കാനോ എന്തിനെങ്കിലും പങ്കുചേരാനോ അല്ല തിയേറ്ററിൽ പോകുന്നത്. എനിക്കൊരു സിനിമ കാണണം എന്നത് എന്റെ മാത്രം ആവശ്യമാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം വേരുകൾ ചെന്നെത്തുന്നത് എവിടെയാണെന്നറിയാമോ? എന്റർടൈൻമെന്റ് അഥവാ വിനോദം ഒരു ഉൽപ്പന്നമാണ് എന്ന അറിവിന്റെ അഭാവമാണ് പ്രധാന കാരണം. നമ്മൾ വാങ്ങാറുള്ള സാധാരണ ഉൽപ്പന്നങ്ങളെ പോലെ വിനോദത്തെ തൊടാനോ വിൽക്കാനോ പോക്കറ്റിലിട്ട് നടക്കാനോ കഴിയില്ല. എന്നാൽ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നുമുണ്ട്. ഈ കൺഫ്യൂഷനാണ് വിനോദം എന്നാൽ ഒരു ഉൽപ്പന്നമല്ലെന്നും അതിനായി കാശിറക്കുന്നത് നമ്മുടെ എന്തോ മഹാമനസ്കതയാണെന്നുമുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. സിനിമയിൽ പ്രവർത്തിക്കുന്നവർ നമ്മുടെ ഔദാര്യത്തിൽ ജീവിച്ചു പോകുന്നു. അതിനാൽ അവർ മരണം വരെ നമ്മളോട് കടപ്പെട്ടിരിക്കണം. അവരുടെ സമൂഹത്തിലെ ഓരോ നീക്കവും ഇടപെടലും സസൂക്ഷ്മം നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാലോ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നാലോ ഒരു നല്ല വാഹനത്തിൽ വന്നിറങ്ങിയാലോ ഇവന് ജാടയാണോ എന്ന് കമന്റ് ചെയ്യാൻ തോന്നും. ഈ കാശൊക്കെ എടുത്ത് ഇവന് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നും ചിലരുടെ ഒരു പ്രത്യേക നന്മ സന്ദേശവും കാണാം. സുരാജ് വെഞ്ഞാറമൂട് എഴുതിയ വെഞ്ഞാറമൂട് കഥകൾ എന്ന ബുക്കിൽ അദ്ദേഹം ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. വേണ്ടപ്പെട്ട ഒരാളുടെ മരണം നടന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ നിന്ന് സുരാജിനെ ഒരാൾ സമീപിക്കുന്നു. സാഹചര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അയാൾ സുരാജിനോട് സ്പോട്ടിൽ ഒരു കോമിക് നമ്പർ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഔചിത്യം ഓർമ്മിപ്പിച്ച സുരാജിനോട് നീയൊക്കെ ഞങ്ങളുടെ കാശ് കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന ഭാവത്തിലാണ് അയാൾ മറുപടി പറയുന്നത്. ഫാൻ എന്ന ഷാരൂഖ് ഖാൻ ചിത്രത്തിൽ ഈ ടോക്സിക് താരാരാധനാ സംസ്കാരവും താരവും ആരാധകനും തമ്മിലുള്ള പോരുമാണ് പ്രമേയം. ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റിവെച്ചാൽ എന്താ എന്ന ആരാധകന്റെ ചോദ്യത്തിന് ഇത് എന്റെ ജീവിതവും സമയവുമാണ്, ഇതിൽ നിന്ന് 5 സെക്കൻഡ് പോലും ഞാൻ എന്തിന് മറ്റൊരാൾക്ക് നൽകണം എന്നാണ് താരത്തിന്റെ മറുപടി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം മറ്റൊരു കമന്റ് പൊങ്ങി വരുന്നത് കാണാം. ഇവന്റെയൊക്കെ പുറകെ നടക്കുന്നവനെ പറഞ്ഞാൽ മതിയല്ലോ. ഈ അനാവശ്യ പുറകെ നടക്കലിനെതിരെ കാലങ്ങളായി ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങിയ ഒരു താരസ്വരം ഒരു പക്ഷേ അജിത്തിന്റെ ആവും. താരങ്ങളുടെ റിലീസ് എത്തുമ്പോൾ പാലഭിഷേകവും ആഘോഷങ്ങളും ഒക്കെ നടക്കാതെ സ്വന്തം കരിയർ നോക്കാൻ നിർദ്ദേശിച്ച് ഒന്നിലധികം തവണ തന്റെ പേരിലുള്ള ഫാൻസ് അസോസിയേഷനുകൾ അയാൾ പിരിച്ചുവിട്ടു. മറ്റു പലരും രാഷ്ട്രീയ മുതലെടുപ്പിനും തന്റെ വാണിജ്യ ലാഭത്തിനും വേണ്ടി അതിനെ കൂടുതൽ പിരികയറ്റി വിട്ടപ്പോഴും അയാൾ അതിൽ നിന്നെല്ലാം മാറി നടന്നു. അടുത്തിടെ യുവതാരം നസ്ലന്റെ തോളിൽ അനുവാദമില്ലാതെ കൈവെക്കുന്ന ഒരാളുടെ കൈ പിടിച്ചു മാറ്റി അയാൾ നടന്നു പോകുന്ന ദൃശ്യം വൈറലായതോടെ നസ്ലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആഴ്ചകളോളമായിരുന്നു ബുള്ളിങ് നടന്നത്. പിന്നെ ഈ പാപ്പരാസി സംസ്കാരം ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. അങ്ങ് ഹോളിവുഡിൽ നമ്മുടെ നാട്ടിൽ കാണുന്നതിന്റെയൊക്കെ പീക്ക് പാപ്പരാസി പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുക്കുമ്പോൾ ആദ്യം കടന്നു വരാറുള്ള കഥ ബീറ്റിൽസ് എന്ന ഐക്കോണിക് മ്യൂസിക് ബാൻഡിലൂടെ പ്രസിദ്ധനായ ജോൺ ലെനന്റെ മരണമാണ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇതിഹാസമായി മാറിയ ലെനന്റെ പിന്നിൽ നിന്ന് 4 തവണ വെടിയുതിർത്ത മാർക്ക് ഡേവിഡ് ചാപ്മാൻ ജോൺ ലെനന്റെ കടുത്ത ആരാധകനായിരുന്നു. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനോടും മ്യൂസിക്കിലൂടെ പറഞ്ഞ ആശയത്തോടുമുള്ള വിയോജിപ്പാണ് മാനസിക രോഗിയായ ചാപ്മാനെ കൊണ്ട് ആ കൃത്യം ചെയ്യിപ്പിച്ചത്. സിനിമാക്കാരും ഇൻഫ്ലുവൻസർമാരും ഒക്കെ എങ്ങനെ ജീവിക്കണമെന്ന് ക്ലാസ് എടുക്കുന്ന നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതും സ്വയം പരിശോധിക്കേണ്ടതുണ്ട്.